ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ ഡെവലപ്പേഴ്സും മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട SQL ക്വറി ഒപ്റ്റിമൈസേഷന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടിപ്സ് ആണ് കേട്ടോ. നമ്മൾ ഡെവലപ്പേഴ്സ് എപ്പോഴും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആയിരിക്കും അല്ലെ നമ്മുടെ ആപ്ലിക്കേഷന്റെ പെർഫോമൻസ്. എസ്പെഷ്യലി ഡാറ്റാബേസ് ക്വറീസ് ആയിരിക്കും നമ്മുടെ പെർഫോമൻസിനെ കൂടുതലായിട്ടും ബാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ക്വറീസിന്റെ മേലെ ആയിരിക്കും അല്ലെ. ഈ ഒരു ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സിലേക്ക് പോകുന്നതിന് മുന്നേ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് പ്രീമേച്ചർ ഒപ്റ്റിമൈസേഷൻ. അതായത് ഒപ്റ്റിമൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കറക്റ്റ് ആയിട്ടൊരു അനാലിറ്റിക് ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഒരു ചെറിയ ടേബിൾ, എസ്പെഷ്യലി ഒരു 1000 റെക്കോർഡ്സ് ഒക്കെ ഉള്ള ഒരു ടേബിൾ ഒരിക്കലും നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കില്ല. അതായത് പെർഫോമൻസ് ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട് അതിന്റെ മേലെ ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡാറ്റാബേസിന്റെ ഡാറ്റ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഒരു പെർഫോമൻസിനെ അഫക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അവിടെയാണ്, അതായത് ഡാറ്റേന്റെ എമൗണ്ട് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഡാറ്റേന്റെ ഒരു മാനിപ്പുലേഷൻ, അതിന്റെ ഡാറ്റേന്റെ മേലെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു അഗ്രിഗേഷൻ എന്തൊക്കെ ഫംഗ്ഷനാലിറ്റീസ് ആണോ അതിന്റെ മേലെ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഈ ഒരു കാര്യം, അതായത് ഒരു പ്രോപ്പർ അനാലിസിസിന് ശേഷമേ നിങ്ങൾ എപ്പോഴാണെങ്കിലും ഒപ്റ്റിമൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് ഓരോ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ആയിട്ട് നോക്കാം. നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് എന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സാധാരണ ക്വറി എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് കോളംസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാറ്? അതായത് സെലക്ട് സ്റ്റാർ എന്നാണോ, അതോ നിങ്ങൾക്ക് ആവശ്യമുള്ള കോളംസ് മാത്രമാണോ ആ ഒരു സെലക്ട് സ്റ്റേറ്റ്മെന്റിൽ കൊടുക്കുന്നത്? നമ്മൾ സാധാരണ എന്താ ചെയ്യും, കൊടുക്കാൻ എളുപ്പത്തിന് സെലക്ട് സ്റ്റാർ എന്നും കൊടുക്കും അല്ലെ. ഇത് സിഗ്നിഫിക്കന്റ്ലി നമ്മുടെ പെർഫോമൻസിനെ അഫക്ട് ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ ഈ സെലക്ട് സ്റ്റാർ കൊടുക്കുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് അറിയാം നമ്മുടെ ടേബിളിലെ എല്ലാ കോളംസിനെയും ഇത് റീട്രൈവ് ചെയ്യും. സപ്പോസ് നിങ്ങളുടെ ടേബിളിൽ ഒരു 1 മില്യൺ റെക്കോർഡ്സും ഉണ്ട്, ഒരു 50 കോളംസും ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഈ ഒരു ടേബിളിൽ നിന്ന് സെലക്ട് സ്റ്റാർ എന്ന് കൊടുത്തിട്ട് റീട്രൈവ് ചെയ്യുമ്പോൾ ഈ ഒരു 50 കോളംസിന്റെയും ഡാറ്റാബേസിൽ നമ്മുടെ സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇത് നമ്മുടെ പെർഫോമൻസിനെ, എസ്പെഷ്യലി ടൈമിനെ ആണെങ്കിലും മെമ്മറിനെ ആണെങ്കിലും അഫക്ട് ചെയ്യും. അത് കൂടാതെ നമ്മൾ ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആവശ്യമില്ലാത്ത ഈ കോളം സെലക്ഷൻ ചിലപ്പം നമ്മുടെ ഈ ഒരു ഇൻഡെക്സിങ്ങിനെയും പ്രിവെന്റ് ചെയ്യും. അതായത് പ്രോപ്പർ ആയിട്ട് ഇൻഡെക്സ് ചെയ്തിട്ട്, ഇൻഡെക്സിങ് നമ്മൾ എന്തിനാ അപ്ലൈ ചെയ്യുന്നത്? പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ചില സമയത്ത് ഇൻഡെക്സിനെ ഇത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കോളംസ് മാത്രം സ്പെസിഫൈ ചെയ്യാം. രണ്ടാമത്തെ കേസ്, നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഈ ഒരു ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെലക്ട് സ്റ്റാർ കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല ഇതിൽ ഏതൊക്കെ കോളംസ് ആണ് ശരിക്കും ആവശ്യമുള്ളതെന്ന്. എസ്പെഷ്യലി നിങ്ങളുടെ കോഡ് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റയർ കോഡിൽ കൂടെ ഡെവലപ്പർ പാസ് ചെയ്ത് ആവശ്യമുള്ള കോളംസ് ഒക്കെ ഫൈൻഡ് ചെയ്യേണ്ടി വരും. കോളംസ് ഒക്കെ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് ലോജിക്കൽ എറേഴ്സ് വരുത്താനുള്ള ചാൻസ് ഉണ്ട്. സോ ഫസ്റ്റ് ടൈം നിങ്ങൾ ക്വറി എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കോളംസ് മാത്രം ആ സെലക്ട് സ്റ്റേറ്റ്മെന്റിൽ കൊടുക്കുക. ലേറ്റർ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളം ആവശ്യമായിട്ട് വന്നു, പുതിയൊരു ഡാറ്റാബേസിലേക്ക് ഒരു കോളം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് ആ ക്വറിയിൽ ആ ഒരു കോളം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. രണ്ടാമത് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ് എല്ലാ ക്വറീസിലും കൊണ്ടുപോയി ഡിസ്റ്റിങ്ക്റ്റും അതുപോലെ ഓർഡർ ബൈ ഒക്കെ യൂസ് ചെയ്യുന്നത്. എഗെയിൻ ഇത് നമ്മുടെ മെമ്മറിനെയും പെർഫോമൻസിനെയും അഫക്ട് ചെയ്യും. അതായത് ഡിസ്റ്റിങ് കീവേഡ് നമുക്കറിയാം നമ്മുടെ ഒരു ഡാറ്റാബേസ് ക്വറീന്റെ റിസൾട്ട് സെറ്റ് ചെയ്യുന്ന ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിട്ടുള്ള റോസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? ഡാറ്റാബേസ് എഞ്ചിൻ എഗെയിൻ ഈ ഒരു റിസൾട്ട് സെറ്റ് ചെയ്യുന്ന എല്ലാ റോസിൽ കൂടെ സ്കാൻ ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് റോസിനെ റിമൂവ് ചെയ്യണം. അതേപോലെ തന്നെ ഓർഡർ ബൈന്റെ കേസിലാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന കോളത്തിനെ ബേസ് ചെയ്തിട്ട് അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ ഈ ഒരു റിസൾട്ട് സെറ്റിനെ റിട്ടേൺ ചെയ്യൂലേ. അപ്പം ചിലപ്പം ഈ ഒരു ഡിസ്റ്റിങ്ക്റ്റ് കേസിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി ചിലപ്പോൾ ആ കോളം യുണീക്ക് കൺസ്ട്രെയിൻ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഓൾറെഡി ആ കോളം യുണീക്ക് ആയിരിക്കും. ആ കേസിൽ നമുക്കൊരു ഡിസ്റ്റിങ് കീവേഡിന്റെ ആവശ്യമില്ല. അതുപോലെ എല്ലാ കേസിലും ഓർഡർ ആയിട്ടുള്ള റിസൾട്ട് വേണമെന്നുണ്ടാവില്ല. ചിലപ്പോൾ എന്തെങ്കിലും കമ്പ്യൂട്ടേഷൻ ഒക്കെ ആയിരിക്കും, എന്തെങ്കിലും ഒക്കെ സമ്മോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ റിക്വയർമെന്റിനനുസരിച്ചിട്ട് മാത്രം ഇതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കുക. എസ്പെഷ്യലി ഓർഡർ ബൈ ഡിസ്റ്റിങ് ഒക്കെ കൊടുക്കുക. ഇനി നമ്മൾ ഫിൽട്രേഷന്റെ പോർഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്, നമ്മൾ ഫംഗ്ഷൻസ് എന്തെങ്കിലും ഫിൽട്ടർ കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നുണ്ടോ? അതായത് ഇപ്പൊ ഇയർ, ലോവർ, സബ്സ്ട്രിങ് ഫംഗ്ഷൻസ് ഒക്കെ ഇല്ലേ, അത് ഏതെങ്കിലും ഒരു കോളത്തിന്റെ മേലെ അപ്ലൈ ചെയ്യുന്നുണ്ടോ നോക്കുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇയർ ഫംഗ്ഷൻ എടുക്കാം. അപ്പൊ സപ്പോസ് നിങ്ങളുടെ ടേബിളിൽ ഒരു ഓർഡർ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ട്. അവിടെ നിങ്ങൾ ആ കോളത്തിനെ ഓർഡർ മീൻസ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് നമുക്കൊരു
നമ്മളൊരു കൊറി എഴുതുവാണ്. ഇയർ 2023 മാത്രം റെക്കോർഡ് നമ്മൾ ഈ ടേബിളിൽ നിന്ന് ഫെച്ച് ചെയ്യാൻ പോവാണ്. അപ്പം ഇയർ ഓഫ് 23 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഓർഡർ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിന്റെ മേലെ നമ്മൾ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു ഡാറ്റാബേസ് എൻജിൻ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഇൻഡെക്സിനെ അവോയ്ഡ് ചെയ്തിട്ട് ഫുൾ ടേബിൾ സ്കാൻ നടത്തും. അതായത് ഓരോ റോയും ഈ ഒരു ഫംഗ്ഷന്റെ ബേസിൽ ചെക്ക് ചെയ്യും, ഈ ഒരു 2023 ഈ ഒരു ഇയർ വരുന്നതെന്ന്. അങ്ങനെ ഫുൾ ടേബിൾ സ്കാൻ ചെയ്യും. എഗെയിൻ ഇത് നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പൊ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ബിറ്റ്വീനോ അല്ലെങ്കിൽ ഡേറ്റ് റേഞ്ച് ഒക്കെ കൊടുക്കാം. ഇതുപോലെ നിങ്ങൾ സ്ട്രിംഗ് ഫംഗ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ലൈക്കോ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതായത് മാക്സിമം ഫിൽട്ടർ കണ്ടീഷനിൽ ഈ ഒരു ഫംഗ്ഷൻ അവോയ്ഡ് ചെയ്യാം. ഫംഗ്ഷൻസിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇൻഡെക്സിനെ പ്രിവെന്റ് ചെയ്യുന്ന വേറൊരെണ്ണാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓർ കണ്ടീഷൻസ്. അതായത് നമ്മൾ ഫംഗ്ഷൻസിന്റെ കേസിൽ പറഞ്ഞു, അവിടെ ഇൻഡെക്സ് നമ്മൾ ആ കോളത്തിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അവോയ്ഡ് ചെയ്തിട്ട് ഫുൾ ടേബിൾ സ്കാൻ ചെയ്യുന്നു. ഇതേപോലെ തന്നെയാണ് ഓർ കണ്ടീഷനും. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഈ ഓർഡർ ടേബിളിൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള കോളം പെൻഡിങ് ആണോ അത് ഓർഡേഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുവാണെന്ന് വിചാരിച്ചു. അപ്പോൾ കംപ്ലീറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ എഗെയിൻ ഇവിടെ നമ്മൾ ഈ ഒരു ഓർഡർ സ്റ്റാറ്റസ് കോളും ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ റോയ്സിൽ കൂടെയും ചെക്ക് ചെയ്യും. അതായത് എഗെയിൻ അവിടെ ഇൻഡെക്സിങ് അവോയ്ഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഫുൾ ടേബിൾ സ്കാൻ ചെയ്യും, നമ്മുടെ കൊറിയനെ സ്ലോ ഡൗൺ ചെയ്യും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഇന്റിന്റെ അകത്ത് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസിനെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ യൂണിയൻ കൊടുക്കാം. അവിടെയൊക്കെ ഈ ഇൻഡെക്സിങ് അപ്ലൈ ആവും. അതായത് ലുക്കപ്പ്, അതായത് ഡാറ്റാബേസ് ലുക്കപ്പ് ഒന്നും കൂടെ ഫാസ്റ്റർ ആവും നമ്മൾ നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ ഓവർ കണ്ടീഷൻസ് ഡ്രാസ്റ്റിക്കലി നമ്മുടെ പെർഫോമൻസിനെ അഫക്ട് ചെയ്യുന്നതാണ്, അത് അവോയ്ഡ് ചെയ്യുക. നമ്മുടെ റിക്വയർമെന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ടേബിൾസ് ജോയിൻ ചെയ്ത് യൂസ് ചെയ്യാറുണ്ടല്ലേ. ഇൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിനും എസ്ക്യൂഎൽ എക്സിസ്റ്റിംഗ് ആണ്. അതായത് ഇന്നർ ജോയിൻ, ലെഫ്റ്റ്, റൈറ്റ്, ഔട്ടർ ജോയിൻ, അതായത് ഫുൾ ജോയിൻ ഒക്കെ എക്സിസ്റ്റിംഗ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഇന്നർ ജോയിൻ ആണ്. കാരണം രണ്ട് ടേബിളിലും എക്സാക്ട്ലി മാച്ചിങ് ആയിട്ടുള്ള റെക്കോർഡ്സിനെ മാത്രമേ നമ്മളിവിടെ റീട്രൈവ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ലെഫ്റ്റും റൈറ്റും ഔട്ടർ ജോയിൻ ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്ലൈറ്റ്ലി സ്ലോവർ ആണ്. കാരണം ഒരു ടേബിളിലെ കംപ്ലീറ്റ് റെക്കോർഡ്സ് മറ്റേ ടേബിളിലെ മാച്ചിങ് റെക്കോർഡ്സ് അല്ലേ ഫെച്ച് ചെയ്യുന്നത്. ഇനി നിങ്ങൾ മസ്റ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യേണ്ടതാണ് ഫുൾ ഔട്ടർ ജോയിൻ. അതായത് നിങ്ങൾക്ക് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത കേസിൽ മാത്രം ഔട്ടർ ജോയിൻ യൂസ് ചെയ്യുക, അല്ലാത്ത ടൈമിൽ ഇത് അവോയ്ഡ് ചെയ്യുക. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നോക്കാം. ഞാനിവിടെ ഒരേ കോൺസെപ്റ്റ് 3 കൊറിയായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് കൊറിയ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഓർഡർ ടേബിളും കസ്റ്റമർ ടേബിളും ഉണ്ട്. നമ്മൾ ഈ ഓർഡർ ടേബിളിനെയും കസ്റ്റമർ ടേബിളിനെയും ജോയിൻ ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ ഐ ഡി യൂസ് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ഫിൽട്ടർ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്ത് കഴിഞ്ഞിട്ടാണ്, അതായത് ഈ ജോയിൻ കഴിഞ്ഞ് എല്ലാ റെക്കോർഡ്സും ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുവാണ്. എനിക്ക് ഗ്രേറ്റർ ദാൻ 1000 എമൗണ്ട് ഉള്ള ഓർഡർ വന്നിട്ടുള്ളതിന് മാത്രം എടുത്താൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് ഈ രണ്ട് ടേബിളിനെയും റെക്കോർഡ്സിനെ കംപ്ലീറ്റ്ലി ജോയിൻ ചെയ്യും കസ്റ്റമർ ഐ ഡിനെ ബേസ് ചെയ്തിട്ട്. അത് കഴിഞ്ഞിട്ട് ഫിൽട്ടർ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് എബോവ് 1000 എമൗണ്ട് ഉള്ള ഇതിനെ മാത്രം ഫിൽട്ടർ ചെയ്യും. ഇനി രണ്ടാമത്തെ ക്വറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ ഈ കണ്ടീഷനും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എബോവ് 1000 ഉള്ള എമൗണ്ട് ഉള്ള കസ്റ്റമറിനെ മാത്രമേ നമ്മൾ ഓർഡർ ടേബിളിൽ നിന്ന് എടുക്കുന്നുള്ളൂ. സോ അതൊന്നും കൂടെ ബെറ്റർ ആയില്ലേ. അതായത് നമ്മൾ ഫിൽട്രേഷന്റെ ടൈമിൽ തന്നെ എന്താവുന്നുണ്ട്, നമ്മളൊരു കണ്ടീഷനും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അൺനെസസറി ആയിട്ടുള്ള റെക്കോർഡ്സിനെ ആ ഒരു ടൈമിൽ തന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നും കൂടെ ഫാസ്റ്റർ ആയി. ഇനി ഇതിനെ നിങ്ങൾക്ക് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുക. അതായത് ആദ്യം നമ്മൾ ഓർഡറിന്റെ ടേബിളിൽ ഈ ഒരു ഫിൽട്രേഷൻ അപ്ലൈ ചെയ്ത് ഓർഡറിന്റെ ടേബിളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ മാത്രമായിട്ട് എടുത്തു വെക്കുക. എന്നെങ്കിൽ നിങ്ങൾക്ക് CT അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ സബ് ക്വറി യൂസ് ചെയ്യാം. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1000 എമൗണ്ട് ഉള്ള റെക്കോർഡ്സിനെ മാത്രം നമ്മൾ സബ് ക്വറി യൂസ് ചെയ്തിട്ട് ഈ ഒരു ഓർഡർ ടേബിളിൽ നിന്ന് ഫെച്ച് ചെയ്തു. ഈ റെക്കോർഡ്സിനെ മാത്രമേ നമ്മൾ കസ്റ്റമർ ടേബിളുമായിട്ട് ജോയിൻ ചെയ്യുള്ളൂ. സോ ഒന്നും കൂടി ഇമ്പ്രൂവ് ആയില്ലേ. അതായത് ഇപ്പോൾ മില്യൺസ് ഓഫ് റെക്കോർഡ്സ് ഉള്ള ഓർഡർ ടേബിളിൽ നിന്ന് ഇപ്പോൾ 1000 ഓർഡർ ഉള്ള ഒരു എബോവ് 1000 ഉള്ളതൊരു 10 ലാക്ക് റെക്കോർഡ്സിനെ 10 ലാക്ക് റെക്കോർഡ്സിനെ മാത്രമേ നമ്മൾ കസ്റ്റമേഴ്സുമായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നുള്ളൂ. സോ എന്തായിരിക്കും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ഈ ഒരു ബെറ്റർ പെർഫോമൻസ് വരുന്നത് ഈ മൂന്നാമത്തെ ക്വറി ആയിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഇതൊക്കെ ഞാൻ പിന്നെയും എടുത്ത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡാറ്റാബേസിന്റെ സൈസിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുക. ചെറിയ സൈസുള്ള ഡാറ്റാബേസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർഫോമൻസ് ഡിഫറൻസ് നിങ്ങൾക്ക് നോട്ടിഫൈ ചെയ്യാൻ പറ്റില്ല. സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ് പെർഫോമൻസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും റെക്കോർഡ്സ് ഉള്ള ഒരു ടേബിൾ ആയിരിക്കണം നിങ്ങളുടെ ഡാറ്റാബേസിൽ.
അപ്പോൾ മൂന്നാമത്തെ മെത്തേഡാണ് ബെറ്റർ. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ CT അല്ലെങ്കിൽ സബ് ക്വറി യൂസ് ചെയ്തിട്ട് ആദ്യം നിങ്ങളുടെ ഡാറ്റാബേസിനെ എന്ത് ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക, നിങ്ങളുടെ ടേബിളിനെ ഒന്ന് ഷ്രിങ്ക് ചെയ്യുക. നമുക്ക് കോമൺ ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും, കുറച്ച് റെക്കോർഡ്സ് ഉള്ള ടേബിളിലേക്ക് ജോയിൻ ചെയ്യുന്നതും ഒരു മില്യൺസ് ഓഫ് റെക്കോർഡ്സ് ഉള്ള ടേബിളിലേക്ക് ജോയിൻ ചെയ്യുന്നതും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇതേ കേസ് തന്നെ നമുക്ക് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് എഴുതുന്ന സമയത്തും യൂസ് ചെയ്യാം. അതായത് നിങ്ങളിപ്പം കുറെ കൗണ്ടും സമ്മും അതും ഇതും എല്ലാം ആവറേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്വറി ആണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ വെയർ കണ്ടീഷൻസ്, ഫിൽട്ടർ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് ഡാറ്റാനെ ഫിൽട്ടർ ചെയ്യുക. കാരണം നമ്മുടെ പെർഫോമൻസിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന സാധനങ്ങളാണ് ഈ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസും അതുപോലെ തന്നെ വെയർ കണ്ടീഷൻസിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ഒക്കെ. സോ അതായത് സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഒക്കെ ഫസ്റ്റ് നിങ്ങൾ മാക്സിമം ഡാറ്റാനെ ഫിൽട്ടർ ചെയ്യുക CT യൂസ് ചെയ്തിട്ട്. എന്നിട്ട് അതിന്റെ മേലെ ഈ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസും ഫംഗ്ഷൻസും ഒക്കെ അപ്ലൈ ചെയ്യാൻ പോവുക. അതുപോലെ തന്നെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഓളിൽ യൂസ് ചെയ്യുന്ന കോളംസ് ഇല്ലേ, അതായത് ജോയിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോളംസിനെ നിങ്ങൾ അതിന് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. അപ്പോൾ ഒന്നും കൂടെ നിങ്ങളുടെ ഈ ഒരു ജോയിൻ പ്രോസസ്സ് ഫാസ്റ്റർ ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഡാറ്റാബേസ് ഒപ്റ്റിമൈസേഷനിൽ എല്ലാ ഡെവലപ്പേഴ്സും മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി ഇത് കൂടാതെ സബ് ക്വറി എഴുതുന്ന സമയത്തും അതുപോലെ തന്നെ കൊറീസ് DCL കൊറീസിലൊക്കെ കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഞാൻ പറയാത്ത എന്തെങ്കിലും ഒരു ഡാറ്റാബേസ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും.